ഇനി മുതൽ ഒരു മാസം നോമ്പുകാലമാണ്. വിശ്വാസികൾക്ക് പ്രാർത്ഥനാ പുണ്യം നിറയുന്ന രാപ്പകലുകളാണ് കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ റംസാൻ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്, വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായിരിക്കുകയാണ്. ആരാധനാലയങ്ങളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുണ്യദിനങ്ങൾക്ക് വേണ്ടിയിട്ട്. മേഘ കോഴിക്കോട് നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം വ്രതാനുഷ്ഠാനത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മേഘ, മനോഹരമായൊരു പള്ളിക്ക് മുന്നിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു മാസക്കാലം വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യം നിറയുന്ന ദിവസങ്ങളാണ്. പ്രാർത്ഥനാഭരിതമായ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നു. മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിക്ക് സമീപമാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന പള്ളിയാണ്. അത് മനു സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. 650 വർഷം പഴക്കമുള്ള പള്ളി. ഈ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ ഈ പള്ളിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഈ ഇസ്ലാം മത വിശ്വാസികൾ ഏറെ ആരാധിക്കുന്ന ഒരിടമായതുകൊണ്ട് തന്നെ സാമൂതിരി രാജാവാണ് ഈ പള്ളി പിന്നീട് പുനരുദ്ധാരണം നടത്തി വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ പകപോക്കുന്നതും സാമൂതിരി രാജാവാണ്. അങ്ങനെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു പള്ളി കൂടിയാണ് ഇത്. ഏതായാലും 30 ദിനരാത്രങ്ങൾ, ആത്മശുദ്ധീകരണത്തിൻ്റെ 30 ദിനരാത്രങ്ങളാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇന്നു മുതൽ. ഇന്ന് രാവിലെ 5:30 സുബ്ഹി ബാങ്കിന് പിന്നാലെയാണ് ഈ വ്രതാനുഷ്ഠാനം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസം എന്നതാണ്. അതിലേറ്റവും പ്രധാനം എന്നത് നിർബന്ധിത സക്കാത്ത്, അതായത് ദാനധർമ്മങ്ങളിൽ ഇസ്ലാം മത വിശ്വാസികൾ ഏർപ്പെടുന്ന ഒരു മാസക്കാലം. അതിന് പിന്നാലെ തന്നെ 1000 മാസങ്ങളെക്കാൾ വിശുദ്ധിയുള്ള ലൈലത്തുൽ ഖദർ എന്നതും ഈ വ്രത കാലങ്ങളിലെ ഒരു പ്രത്യേകതയാണ്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇസ്ലാം മത വിശ്വാസികൾ കരുതുന്നത് നബിയിലേക്ക് ഖുർആൻ എത്തിയത് ഈ മാസക്കാലം എന്നതാണ്. അങ്ങനെയാണ് ഈ റമദാൻ മാസം കുറച്ചുകൂടി വിശുദ്ധമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് എന്നത് സൗഹൃദ കൂട്ടായ്മകൾ, ഇഫ്താർ വിരുന്നുകൾ, ആളുകളുടെ സംഗമങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും മാറ്റം വരുത്തുന്ന ഒരു കാലം എന്നതാണ് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈ റമദാൻ മാസം എന്ന് പറയേണ്ടി വരുന്നത്. കുറേ കാലങ്ങളായി ചെയ്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും ഈ റമദാൻ മാസക്കാലത്ത് കഴുകിക്കളയാം ഈ വ്രതത്തിലൂടെ എന്നതാണ്. ഏകദേശം 13 മണിക്കൂർ വ്രതം ഒരു ദിവസം അനുഷ്ഠിക്കേണ്ടി വരും. അങ്ങനെ തീർത്തും പ്രാർത്ഥന നിർഭരമായ ഒരു 30 ദിവസക്കാലമാണ് ഇനി ഇസ്ലാം മത വിശ്വാസികൾക്കുള്ളത്. ഇപ്പോൾ ഈ പള്ളിക്ക് മുമ്പിൽ ആളുകൾ ഒന്നും തന്നെ ഇല്ല. കാരണം ഇന്ന് തുടങ്ങുന്ന ദിവസമാണ്. രാവിലെ 5:30 സുബ്ഹി ബാങ്കോട് കൂടി തന്നെ എല്ലാവരും ഈ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നിരിക്കും. വൈകിട്ട് വരെ 13 മണിക്കൂർ ഈ വ്രതം നീളും. ഏതായാലും ആത്മശുദ്ധീകരണത്തിൻ്റെ 30 ദിനരാത്രങ്ങളാണ് ഇനി ഇസ്ലാം മതവിശ്വാസികൾക്ക് ഉള്ളത്.